എൻ്റെ പേര് ഫാദർ ജോർജ് ചിറ്റടിയിൽ നിന്നാണ്. ഞാൻ ഹസാരിബ രൂപതയിൽ സേവനം ചെയ്യുന്ന അച്ഛനാണ്. 1993 മുതൽ 1998 വരെ ഞാൻ ഡോരിമാത തീർത്ഥാലയ പള്ളിയിലെ വികാരിച്ചനായിരുന്നു. അക്കാലത്തുണ്ടായ ഒരു സംഭവമാണ്, ഒരു രാത്രി കൊള്ളക്കാർ വന്ന് പള്ളി ആക്രമിച്ചു, അച്ഛന്മാരുടെ പള്ളിമുറി ആക്രമിച്ചു. എന്നിട്ട് ജനലിൻ്റെ ഗ്രില്ല് കണ്ടിച്ച് കൊള്ളക്കാരകത്ത് കയറി ഉറങ്ങിക്കിടന്ന എന്നെ അവർ പിടിച്ചേൽപ്പിച്ച് എൻ്റെ കൈയും കാലും കെട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, വീട്ടിലെന്തൊക്കെയുണ്ട്, സാധനങ്ങളെ എല്ലാം എടുത്തതാ, എല്ലാ മുറികളും കൊണ്ടു നടന്ന് കാണിച്ച് അവർ പറ്റുന്ന എല്ലാ സാധനങ്ങളും പെറുക്കി എടുത്തു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എന്നെ ഡൈനിങ് റൂമിൽ കൊണ്ട് നിലത്തിരുത്തിയിട്ട് എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് വായിലൊരു തോക്കിട്ടിട്ട് പറഞ്ഞ്, ഇപ്പം വെടിവെച്ച് കൊന്നു കളയും, ഇനി എവിടെയാണ് പൈസയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നു പറയാം. ഞാൻ പറഞ്ഞു, ഒളിച്ചു വെച്ചിട്ടില്ല, ഇത് നമ്മുടെ വീടല്ലേ, എവിടെയാണ് ഒളിച്ചു വെക്കുന്നത്? കുറേ തെറിയെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ്, ചോദിച്ചിട്ട് ഇവനൊന്നും പറയുന്നില്ല, ഇവനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് 2 പേരെൻ്റെ കൈക്ക് പിടിച്ച് പൊക്കി, 2 പേര് കാലിന്. അങ്ങനെ ഇവരെന്നെ പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പം പള്ളിയുടെ തൊട്ട് താഴെ ഒരു വലിയ കുളമുണ്ട്. ഞാനോർത്ത് അവരെന്നെ കുളത്തിൽ കൊണ്ട് തട്ടുവെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ഡോരിമാതാവേ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചു. കാരണം ആരും രക്ഷപ്പെടുത്താനില്ല, 2 മണി രാത്രി സമയം. ഉടനെ പെട്ടെന്ന് എൻ്റെ അങ്ങ് ബോധം മറിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആകാശത്തിൽ കൂടെ ഒരു പക്ഷി പോലെ പറന്ന് നടക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നി. ഒരു കനമൊന്നുമില്ല, അങ്ങനെ പറന്നു പോകുന്ന പോലെ ഒരു നല്ല ഫീലിംഗ് അങ്ങ് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകാമെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ഡോരിമാതാവെ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഒരു എണ്ണ പോലെ അങ്ങ് ഒഴുകാൻ തുടങ്ങി. മേലെല്ലാം അങ്ങ് തെന്നിപ്പോയി. ഇവർ 2-3 പേര് കൂടി പിടിച്ച് പൊക്കുമ്പോൾ തെന്നി താഴോട്ട് വീഴുക, പിന്നെ അവർ പൊക്കി എടുക്കുമ്പോൾ പിന്നെ തെന്നി താഴോട്ട് പോവുക. അവസാനം അവർ പറഞ്ഞു, ഇവനെ ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. കഴിഞ്ഞ് അവരെന്നെ നിലത്തിട്ടിട്ട് അവർ മേശയിൽ എൻ്റെ കാല് കെട്ടിയിട്ടു. എന്നിട്ട് അവർ പോയി, സ്ഥലം വിട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണ്, വായിലും തുണിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റി, ശ്വാസം വിടത്തില്ലായിരുന്നുകൊണ്ട് ഞാൻ എന്നിങ്ങനെ സ്വരം വെച്ചപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ തല വെച്ച് എൻ്റെ ഈ ഭക്ഷണം പാകം ചെയ്യുന്നൊരു പയ്യനുണ്ടായിരുന്നു. പുള്ളിയെ അവിടെ കൊണ്ട് കിടത്തിയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഈ കണ്ണിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ അഴിച്ചു. എന്നിട്ട് ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കാലിലെയും കയ്യിലെയും തുണിയൊക്കെ അഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ഓടി ഇവരുടെ പുറകെ. ഉടനെ കുക്കനോട് പറഞ്ഞ്, അച്ഛാ പുറകെ ഓടരുത്, അവർ വെടിവെക്കും. പിന്നെ ഞങ്ങൾ പോയില്ല, തിരിച്ചു വന്നു. ഏതായാലും ഇതാണ്, ഞാൻ ഡോരിമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഡോരിമാതാ അത്ഭുതം ചെയ്തു, എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വലിയ സന്തോഷമാണ് എനിക്ക്. ഡോരിമാതാവിന് നന്ദി. അതായത് ഞാനിവിടെ ഈ പള്ളിക്കൽ വികാരിച്ചനായിരിക്കുന്ന കാലത്ത് പല മതക്കാരും, നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും പലരും വന്ന് അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അച്ഛാ ഞങ്ങൾക്ക് പിള്ളേരില്ല, കല്യാണം കഴിച്ച് ഇത്രയും വർഷങ്ങളായി, കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് ഒത്തിരി ദുഃഖമാണ്, അച്ഛനും ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഡോരിമാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുക, മാതാവ് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നതാണല്ലോ എന്ന് പറയേ. അങ്ങനെ പലരുടെ അനുഭവങ്ങൾ പിന്നീട് അവർ പള്ളിക്കൽ ക്രിസ്ത്യാനികളും മാത്രമല്ല മറ്റുള്ള മതസ്ഥരും വന്ന് കുർബാന ചെല്ലാനായിട്ട് അവർ ഇൻറ്റൻഷൻ എഴുതി തരുവേ, കുർബാന ചെല്ലാനായിട്ട് ഇന്ന കാര്യത്തിന് നന്ദിയായിട്ട് കുർബാന ചെല്ലിക്കണമെന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ എന്താണ് പറയും, ഞങ്ങൾക്ക് ഡോരിമാതാവിനോട് പ്രാർത്ഥിച്ചു, കുട്ടികളുണ്ടായി, അതിലുള്ള സന്തോഷത്തിന് ഞങ്ങൾ മാതാവിന് നന്ദി പറയാൻ കുർബാന ചെല്ലിക്കണം. ഹിന്ദുക്കൾ പോലും ചെയ്യാൻ. ഒരിക്കലൊരു സംഭവം എനിക്ക് വളരെ ടച്ച് ചെയ്താണ്. ഒരു കുടുംബത്തിൽ കല്യാണം നടക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ കല്യാണക്കുറി അടിച്ച് ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചിട്ട് വേറെ ആർക്കും കൊടുക്കുന്നതിന് മുമ്പ് ആ വീട്ടുകാർ ഡോരിമാതാവിൻ്റെ പള്ളി വന്ന് മാതാവിനെ വെച്ചിരിക്കുന്ന ആ പീഠത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇൻവിറ്റേഷൻ വെച്ചു. എന്നിട്ട് അവർ കൈകൂപ്പി, മാതാവേ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുന്നു, സഹായിക്കണേ, അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അവരുടെ ആ വിശ്വാസമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ.